എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? മെറി ക്രിസ്മസ് എല്ലാവർക്കും വീണ്ടും. ഓക്കെ, ക്രിസ്മസ് ആഘോഷമൊക്കെ എങ്ങനെ പോകുന്നു? അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം, ഇന്ന് ഫീലിങ്സ് നോക്കാം. നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സും നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് ഫീലിങ്സും നോക്കാം. ഓക്കെ, രണ്ടും തന്നെ ഷോർട്ടായിട്ട് നോക്കി പോവാം കേട്ടോ. വേറെ എന്തുണ്ട്? അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്, കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. നമുക്ക് പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇതൊരു ജനറൽ ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക കേട്ടോ. ന്യൂട്രലായിട്ട് നിന്ന് കാണുക, അത്രയേ ഉള്ളൂ. ഒരുപാട് വിഷമിക്കുകയോ ഒരുപാട് സന്തോഷിക്കുകയോ ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കിയിട്ട് പിന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ അടുത്തുള്ള ഫീലിങ്സ് നോക്കാം. ഓക്കെ, പോവാം റീഡിങ്ങിലേക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് ഫോർ മൈ വ്യൂവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്? My viewers person's current honest true feelings for my viewers. My viewers person's current honest true feelings for my viewers. ഒരു ഷഫിൾ ഓടി. എടുക്കട്ടെ. 2 of Cups ഫസ്റ്റ് കാർഡ് തന്നെ. എന്ത് വേണം ഇനി? 8 of Pentacles. ശരി, 2 കാർഡ് വന്നേ. 4 of Wands and 4 of Pentacles. 2 ഞാൻ എടുക്കുകയാണ്. 6 of Wands, Magician, wow. 8 of Wands, King of Cups, 4 of Cups, Judgment, Death, Star, bottom of the deck വന്നിട്ട് The Fool. നിങ്ങൾക്ക് തന്നെ എന്ത് തോന്നുന്നു? നല്ല രസമായിട്ട് തോന്നുന്നില്ലേ ഫീലിങ്സ്? അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്? ഓക്കെ, 2 of Cups വെച്ച് നിങ്ങളുമായൊരു റീയൂണിയൻ അതിതീവ്രമായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു. നിങ്ങളെ കാണണം, നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം എന്നെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കൈ കോർത്ത് പിടിച്ചിരിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സ് അവർക്ക് തോന്നുന്നുണ്ട്. 8 of Pentacles വെച്ച് ഇത് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ജോലി തിരക്കിലും ആയിരിക്കാം. ഇന്ന് ക്രിസ്മസ് ആയിട്ട് ആർക്കാ ജോലി അല്ലേ? ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കട്ടെ. ക്ലാരിഫൈ 8 of Pentacles, ക്ലാരിഫൈ 8 of Pentacles, ക്ലാരിഫൈ 8 of Pentacles. നിങ്ങളുടെ പേഴ്സൺ ഗൾഫ് കൺട്രിയിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ആയിരിക്കാം. 5 of Pentacles, ഒക്യുപ്പൈഡ് ആണ്, തിരക്കാണെന്നാണ് കാണുന്നത്. ജോലി തന്നെ ആയിക്കൊള്ളണമെന്നില്ല, തിരക്ക്, എന്തോ ഒരു തിരക്ക്. ഒരു പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കാം, ആരെയും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടോ, ആർക്കോ എന്തോ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂ ഉള്ളവിടെ നിങ്ങളുടെ പേഴ്സൺ അവരെ ഹെൽപ്പ് ചെയ്യാൻ പോയിരിക്കുന്നതായിട്ട് അങ്ങനെയാണ് കാണുന്നത്. അത് ഇവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ടാണ് പെൻറ്റക്കിൾസിൻ്റെ എനർജി അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ആർക്കെങ്കിലും സുഖമില്ലാതായിരിക്കും, ഇവരുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്ന ആർക്കെങ്കിലും അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ പോയിരിക്കുന്നു, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് അവിടെ വരുന്നത് കേട്ടോ. അവിടെ അപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട് അവിടെ. ഓക്കെ, 4 of Wands വെച്ച് എന്തോ ഒരു ഇവൻറ്റ് അടുത്ത് വരുന്നുണ്ട്, അവിടെ വെച്ച് നിങ്ങളെ കാണാൻ സാധിക്കും എന്ന് അവർ ഹോപ്പ് ചെയ്യുന്നുണ്ട്. അവർ വളരെ എന്താ പറയുക, അവിടെ വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് അവരുടെ മനസ്സ് തുറക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രപ്പോസൽ തരാം എന്നൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. നിങ്ങളെ കാണാൻ പറ്റുമെന്നുള്ള ഒരു സന്തോഷം, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് സാധ്യമാവും എന്നുള്ളൊരു സന്തോഷം എല്ലാം അവിടെ കാണുന്നുണ്ട്. 4 of Pentacles വെച്ച് നിങ്ങളെ പ്രതി വളരെ പൊസസീവായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇന്ന് ക്രിസ്മസ് ആണ്, നിങ്ങൾ ആരുടെയെങ്കിലും ഒക്കെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് എവിടെയെങ്കിലും ഹാപ്പി പിക്ചേഴ്സൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും അവർക്ക് അത്ര രസിക്കുന്നില്ല കേട്ടോ.
അതെന്തിനാ എന്നെ കൂടാതെ പോയേ എന്നൊക്കെയുള്ള ചിന്തയുണ്ടല്ലോ. പിന്നെ കുറച്ച് പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. നല്ല കാര്യം തന്നെ, ഇത്തിരി പൊസസീവൊക്കെ ആവട്ടെ അല്ലേ. 6 ഓഫ് വാണ്ട്സ് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നും കാണുന്നുണ്ട്. ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നും കാണുന്നുണ്ട് കേട്ടോ. മജീഷ്യൻ വെച്ചിട്ട് തുടർച്ചയായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. മനസ്സിലെ ചിന്തകൾ നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. ഇവരെവിടെ ബിസി ആയിരുന്നാലും എന്ത് ചെയ്താലും മനസ്സിലെ ചിന്തകൾ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് തുടർച്ചയായിട്ട് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ചുറ്റും 1000 ആൾക്കാരുണ്ടെങ്കിലും നിങ്ങളെ ആ ക്രൗഡിൽ അവർ കണ്ടുപിടിക്കും. കാരണം നിങ്ങളുടെ മുഖമാണ് അവരുടെ മനസ്സിൽ എപ്പോഴും. അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ഫീലിങ്സ് വെച്ച് അത് 8 ഓഫ് വാണ്ട്സ് വെച്ചിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, നിങ്ങളിൽ നിന്നൊരു മെസ്സേജ് വേണം എന്നെല്ലാം അവർ വളരെ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. സ്പീഡി കമ്മ്യൂണിക്കേഷനാണ് കാണുന്നത് കേട്ടോ. ഇതുവരെയും നിങ്ങൾക്ക് കോൾ വന്നിട്ടില്ലെങ്കിൽ കോൾ വരും ഉറപ്പായിട്ടും. വളരെ തീവ്രമായിട്ട് അവർ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. പുറകിൽ ബഹളങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കുന്ന അവധി ദിവസമായതുകൊണ്ട് കുട്ടികൾ കളിക്കുന്നുണ്ട് പുറത്ത്, അതിൻ്റെ ശബ്ദമാണ്, ക്ഷമിക്കുക കേട്ടോ. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹം തന്നെയാണ് നിങ്ങളെക്കുറിച്ച് തന്നെ ധ്യാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. 4 ഓഫ് കപ്സ് മിസ്സിങ് എനർജി, വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നതായി കാണുന്നു. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. വീണ്ടും നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാറുണ്ട് എന്നും കാണുന്നു. ഡെത്ത് ആൻഡ് റീബർത്ത് വെച്ച് സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അതെല്ലാം തരണം ചെയ്ത്, തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് നിങ്ങളുമായൊരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ ജീവിതം നിങ്ങളുമായിട്ട് വേണം എന്നവർ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല. നിങ്ങൾ അവരുടെ ലൈഫിൽ വെളിച്ചമാണ്, ലക്കി ചാമാണ്. നിങ്ങൾ വന്നതിന് ശേഷം അവർക്ക് ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം അവർ ഓർക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഫൂള് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരണം എന്ന് തന്നെ അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. റീയൂണിയൻ ചാൻസസ് വളരെ കൂടുതലാണ്. ക്ലാരിഫൈ, ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ. Please give me some more cards. Please give me some more cards for my viewers' person's feelings for them. Knight of Cups, 2 of Wands, Temperance, Ace of Pentacles, Moon, Page of Pentacles, Devil, Lovers, okay, Ace of Wands. മതി അല്ലേ, ഇത് തന്നെ കുറേയായി. നൈറ്റ് ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഗിഫ്റ്റൊക്കെ തരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഒരു ചോക്ലേറ്റോ ഒരു ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും റീയൂണിയൻ്റെ സമയത്ത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരണമെന്നവർ വളരെ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ന്യൂ ഇയർ ഒക്കെയാണ് വരുന്നത്, അപ്പോൾ തീർച്ചയായും എന്തെങ്കിലും ഗിഫ്റ്റ് തരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. 2 ഓഫ് വാണ്ട്സ് വെച്ച് ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ ആ ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ മിസ്സിങ് എനർജി വന്നത്. പലരും ലോങ് ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നു. ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഈക്വൽ ബാലൻസിൽ എത്തിക്കണം. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുമായിട്ട് വേണം. സ്നേഹം കൊടുത്ത് സ്നേഹം കൈപ്പറ്റണം. ഒരു പെർഫെക്റ്റ് ബാലൻസിൽ സമാധാനമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെ ഇവർ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് അവർക്ക് വേണം എന്ന് തന്നെ അവർ ഉറച്ച് തീരുമാനിക്കുന്നതായിട്ട് കാണുന്നു. മൂൺ വെച്ചിട്ട് വല്ലാത്ത സങ്കടവും മിസ്സിങ് എനർജിയും എല്ലാം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ഒരു കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതേത് സിനാറിയോ ആണെങ്കിലും വല്ലാത്തൊരു മിസ്സിങ് എനർജി അവർക്ക് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഒന്നുകിൽ നിങ്ങൾ അവർക്കൊരു മെസ്സേജ് അയച്ചിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിരിക്കാം. മെസ്സേജ് നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തിരിച്ചിങ്ങോട്ട് മെസ്സേജ് വരാനും സാധ്യതയുണ്ട് കേട്ടോ. പക്ഷേ മിസ്സിങ് എനർജിയിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഉടനെ മെസ്സേജ് അയക്കാവുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല. പക്ഷേ ഇവർ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത്
നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ അപ്ഡേറ്റ്സ് എന്താണ്, എല്ലാം അവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെക്കുറിച്ച് അവർ കൺസേൺഡ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. അവർക്ക് പറ്റുന്ന സമയത്ത് തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. കാരണം 8 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ് തൊട്ട് മേലെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സ്പീഡി കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ തടസ്സം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ഡെവിൾ വെച്ചിട്ട് ഒബ്സെസ്ഡ് തോട്ട്സ് ആണ് നിങ്ങളെക്കുറിച്ച് എന്ന് തന്നെ അവിടെ കാണുന്നു. തുടർച്ചയായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലവേഴ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണ് എന്നൊക്കെ അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. വല്ലാത്ത സ്നേഹം നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. സ്നേഹത്തോടൊപ്പം തന്നെ അട്രാക്ഷനും തോന്നുന്നുണ്ട്. ഓക്കെ. ഏസ് ഓഫ് വാൻസ് വെച്ച് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നു. ഓക്കെ. ഇതൊക്കെ ആയിരുന്നു നിങ്ങളോടുള്ള ഫീലിങ്സ്. ഇനി നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഇനി നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. മിക്സ്ഡ് എനർജീസ് ആയിരിക്കും ചിലപ്പോൾ വരണ്ടാവുക. എങ്ങനെ റെസനേറ്റ് ആവും, എങ്ങനെ കണക്റ്റ് ആവുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടിയോടുള്ള അവരുടെ ഫീലിങ്സ് എന്താണ്, കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണെന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടിയോടുള്ള അവരുടെ ഫീലിങ്സ് എന്താണ് എന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടിയോടുള്ള അവരുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണെന്ന് പറഞ്ഞു തരും. എടുക്കുകയാണേ നമസ്കാരം. 4 of Swords, 3 of Cups, 10 of Pentacles, 7 of Swords, Hermit, Queen of Pentacles, Wheel of Fortune, 2 of Pentacles, Page of Swords, Temperance, Judgment, 3 of Swords, King of Swords. ഇത് ക്വീൻ ഓഫ് വാണ്ട്സ് ആയിരുന്നു കേട്ടോ. ഞാൻ ക്വീൻ ഓഫ് സ്വാർട്സ് എന്ന് പറഞ്ഞു തോന്നുന്നു. ക്വീൻ ഓഫ് വാണ്ട്സ് ആണ് ഇത്. ക്ലാരിഫൈ 7 of Wands. Clarify 7 of Wands. Clarify 7 of Wands. Emperor. വേറെ എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടോ? Clarify Page of Swords. Clarify Page of Swords. Clarify Page of Swords. Clarify Page of Swords. 7 of Cups. 4 of Swords വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ആകെ മൊത്തം കാർഡ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അത്ര ഹാപ്പി അല്ല എന്ന് തന്നെയാണ് കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സൻ്റെ ആ തേർഡ് പാർട്ടിയും അവിടെ ഹാപ്പി അല്ല എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. 4 of Swords വെച്ചിട്ട് രണ്ടുപേരും തന്നെ സ്ട്രെസ്ഡ് ആണ്, ഉറക്കമില്ല, ഓവർ തിങ്കിങ്ങിൽ കൂടെ കടന്നു പോകുന്നു, അങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത് കേട്ടോ. വലിയ സ്ട്രെസ്ഡ് റിലേഷൻഷിപ്പായിട്ടാണ് അവിടെ കാണുന്നത്. 3 of Cups വെച്ച് നിങ്ങളുടെ സാന്നിധ്യം അവരുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഓക്കെ. മൂന്നാമതൊരാൾ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുള്ളതായിട്ട് കാണുന്നു. ഓക്കെ. അവർ പുറമേക്ക് കണ്ടാൽ അവരുടെ ഇടയിൽ യാതൊരു പ്രശ്നങ്ങളും ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പുറമേക്ക് വരുമ്പോൾ അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടൊക്കെ പെരുമാറുന്നതായിട്ട് തന്നെ കാണും. പ്രത്യേകിച്ച് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തതുപോലെ തന്നെ ഇവർ പെരുമാറുന്നുണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സാണ്. 10 of Pentacles വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫാമിലിയാണ് ഇവിടെ തേർഡ് പാർട്ടി എങ്കിൽ, ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒന്നുകിൽ ഇവിടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ മാരീഡ് ആണെങ്കിൽ അവരുടെ സ്പൗസ്, കുട്ടികൾ, അങ്ങനെ അവിടെ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ, അവരുടെ എല്ലാ കാര്യങ്ങളും തന്നെ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാറുണ്ടായിരിക്കും കേട്ടോ. അവിടെ ഒരു ലാക്കിംഗ് ഒന്നുമില്ല.
കുട്ടികളുടെ പഠിത്തമാവട്ടെ, അല്ലെങ്കിൽ ഇവരുടെ സ്പൗസിൻ്റെ ചിലവുകളാവട്ടെ, കുടുംബത്തിലെ മറ്റു പ്രാരാബ്ദങ്ങളാവട്ടെ, അതെല്ലാം തന്നെ ഇവർ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയാണ് കേട്ടോ. 7 ഓഫ് വാൺസ് ആൻഡ് എംപറർ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു എന്താ പറയുക, വളരെ റെസ്പോൺസിബിളായിട്ടൊരു വ്യക്തിയാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇവർ ആ വീട്ടിലുള്ള മൂത്ത മോനോ മോളോ അങ്ങനെ എന്തെങ്കിലും, ആ കുടുംബത്തിൻ്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഏർണിംഗ് മെമ്പർ ഇവരായിരിക്കും. ആ മൊത്തം റെസ്പോൺസിബിലിറ്റി അവരുടെ ചുമലിലാണ്. അത് മാത്രമല്ല, ഇവർ കോൺസ്റ്റൻ്റായിട്ട് യാത്രകൾ പോകുന്ന ആളായിരിക്കണം. ഓക്കെ, ഉയർന്ന പദവിയിലൊക്കെ ഇരിക്കുന്ന ഒരാളായിരിക്കണം. എപ്പോഴും യാത്രകൾ ചെയ്യേണ്ട ജോലിയോ അങ്ങനെ എപ്പോഴും കോൺസ്റ്റൻ്റായിട്ട് ജോലി സംബന്ധമായിട്ട് ഇങ്ങനെ യാത്രകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അത് ഇവരുടെ തേർഡ് പാർട്ടിക്ക് അലോസരം ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമല്ല ഈ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഈ തേർഡ് പാർട്ടിയുടെ മേലെ വെച്ചിട്ട് ഇവർ പോകുന്നു എന്നാണ്. കാരണം ഇവർക്ക് ഓൾറെഡി ലൈഫിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ താഴെ ആൾക്കാരുണ്ടായിരിക്കും, ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി മുഴുവൻ ഇവരുടെ അസാന്നിധ്യത്തിൽ ആരെ എടുക്കേണ്ടി വരും? ഇവരുടെ തേർഡ് പാർട്ടി എടുക്കേണ്ടി വരും, അല്ലേ? ഇവരുടെ സ്പൗസ് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇവരെ എല്ലാം ഇവരുടെ തലയിൽ വെച്ചിട്ട് ഇവർ എപ്പോഴും യാത്ര പോകുന്നു. യാത്രകൾ അവൈലബിൾ അല്ല. എപ്പോഴും ഒരു റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ കിട്ടാറില്ല എന്ന് നിങ്ങളുടെ തേർഡ് പാർട്ടി വിചാരിക്കുന്നുണ്ട് കേട്ടോ. അവർക്കതിൽ കംപ്ലൈൻ്റ് ഉണ്ട് അവരുടെ അടുത്ത്, അങ്ങനെ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ ഈ ചെറിയ ഈഗോ ക്ലാഷസ് ഉണ്ടാവുമായിരിക്കും. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ, അത് ഞാനാണോ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഇവരുടെ ഇവിടെ സ്പൗസായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവരുടെ സ്പൗസ് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ അല്ലേ റെസ്പോൺസിബിലിറ്റി, എൻ്റെ തലയിൽ വെക്കുന്നത് ശരിയാണോ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഈഗോ ക്ലാഷസ് അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഹാമറ്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും അവരുടെ തേർഡ് പാർട്ടിയുടെ കൂടെ അല്ല, ഫോർത്ത് പാർട്ടി, ഫിഫ്ത്ത്, എത്ര പാർട്ടീസ് ആവട്ടെ, അവിടെ ഇവർ മാനസികമായിട്ട് ഒരു ഒറ്റപ്പെട്ട ഫീലിങ്ങിലാണ് ഇരിക്കുന്നത് കേട്ടോ. ചുമ്മാ ഇങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും ഒരുപക്ഷെ നിങ്ങളുടെ ഓർമ്മകളായിരിക്കും അവർക്ക് ഉണ്ടാവുക. വല്ലാതെ വിഷമിച്ച് ഇരിക്കുന്നതായിട്ട്, ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക്. ക്ലാരിഫൈ ക്വീൻ ഓഫ് വോൺസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് വോൺസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് വോൺസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് വോൺസ്. ലവേഴ്സ്. ഓക്കെ, ഈ പർട്ടിക്കുലർ കേസിൽ ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെ കാർഡ് ആർക്കൊക്കെ റെസനേറ്റ് ആകുമോ അത് മാത്രം എടുക്കുക കേട്ടോ. ഈ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ ക്വീൻ ഓഫ് വോൺസ് ആൻഡ് ലവേഴ്സ് വന്നവിടെ നിങ്ങളുടെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. മനസ്സിലായില്ലേ? അവർ തമ്മിൽ സ്നേഹവും ഉണ്ട്, അട്രാക്ഷനുണ്ട്, ഫിസിക്കൽ അട്രാക്ഷനും അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേസിൽ നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണെന്നുള്ളത്. ഈ വരുന്ന ഈ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നിങ്ങളോട് ജെനുവിൻ ആണോ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. കാരണം അവിടെ അവർ ഹാപ്പി ആയിട്ടാണ് കാണുന്നത്, പരസ്പരം വളരെ സ്നേഹത്തിലും അട്രാക്ഷനിലും എല്ലാം തന്നെ. ഇവരുടെ സ്പൗസ് തന്നെയാണ്. അവിടെ യാതൊരു ഇഷ്യൂസും ഉള്ളതായിട്ട് കാണുന്നില്ല കേട്ടോ. എല്ലാ രീതിയിലും ഒരു നല്ല ഫാമിലി ലൈഫാണ് അവർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള ജെനുവിനിറ്റി എന്താണ് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. രണ്ടും ഈക്വലി ബാലൻസ് ചെയ്ത് പോകുന്നതാണോ എന്നെല്ലാം നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. അടുത്തത് വീൽ ഓഫ് ഫോർച്യൂൺ. സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് പോകാൻ സാധിക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ബാലൻസ് ചെയ്ത് പോകാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, കുറേ കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം മാറി വരും എന്നുള്ള രീതിയിൽ ഈ പർട്ടിക്കുലർ ഗ്രൂപ്പുകാർ സിറ്റുവേഷൻസ് ഉണ്ട്. അവർക്ക് അവരുടെ തേർഡ് പാർട്ടിയുമായിട്ട് പ്രശ്നങ്ങളുണ്ട്, സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ അതെല്ലാം മാറി വരും. അത് വരെ ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിക്കില്ലേ? തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായി, അപ്പോൾ ഇനിയിപ്പം അതങ്ങനെ അങ്ങ് പോകട്ടെ, അത് തനിയെ ശരിയായി വരട്ടെ എന്നുള്ള രീതിയിൽ പോകുന്നിടത്തോളം മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. കാലം തന്നെ എല്ലാം ശരിയാക്കട്ടെ, സമയം വരുമ്പോൾ എല്ലാം ശരിയാകും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരും ഉണ്ട് അവിടെ. ഓക്കെ, 2 ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ സാന്നിധ്യം വീണ്ടും ആ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഓരോ കാർഡ് ഓരോരുത്തർക്കായിരിക്കും റെസനേറ്റ് ആവുക, അങ്ങനെ മാത്രം എടുക്കുക കേട്ടോ. 2 ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് ഒരു ജഗ്ലിങ്ങിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നതായിട്ട് കാണുന്നു. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, അവിടെയും വിടാൻ വയ്യ ഇവിടെയും വിടാൻ വയ്യ എന്നുള്ളൊരു സിറ്റുവേഷൻ
അപ്പോൾ ഇവിടുത്തെ അത് ക്ലാരിഫൈ ആയല്ലേ. ലവേഴ്സും ക്യൂൻ ഓഫ് വാൻസും അവിടെ അട്രാക്ഷൻ ഉണ്ട്, നിങ്ങളുടെ അടുത്തും അട്രാക്ഷൻ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വിടാൻ വയ്യ എന്നുള്ള സിറ്റുവേഷൻ. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ വീൽ ഓഫ് ഫോർച്യൂൺ മിഡിലിൽ വന്നത്. പോകുന്നിടത്തോളം പോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു അവിടെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് കണക്റ്റഡ് ആയില്ലേ. അടുത്തത് പേജ് ഓഫ് സോർട്സ് ആൻഡ് 7 ഓഫ് കപ്സ്. ഓവർ തിങ്കിങ്ങിൽ കൂടി നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ വിചാരിക്കുന്നത് ഇവരുടെ തേർഡ് പാർട്ടി ഉണ്ടല്ലോ ഭയങ്കര ഇമ്മച്ചുവറായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. എന്താ പറയുക, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും, എന്താണ് അവർ പറയുന്നതെന്ന് പോലും അവർ ഓർക്കാതെ പെട്ടെന്ന് ഇങ്ങനെ ഇമ്പൾസീവായിട്ടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് അവർ ബോധേഡാണ്. ഇവർ ഇത്ര എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയാൽ എങ്ങനെ ശരിയാകും, എങ്ങനെ ലൈഫ് മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള ഒരു ചിന്ത അവരെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി മെച്യൂർ ആകണം തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ടെമ്പറൻസ് വെച്ചിട്ട് 2 റിലേഷനും തന്നെ ഒരു ഈക്വൽ ബാലൻസിൽ കൊണ്ടുപോകാൻ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്, സ്പിരിച്വലിയും കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ട് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ട് ക്ഷമിച്ച് മുന്നോട്ട് പോകാനാണ് അവർ ശ്രമിക്കുന്നത് കേട്ടോ. കാര്യങ്ങൾ സിറ്റുവേഷൻസ് വന്നാലും ക്ഷമയോടെ കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഓക്കെ, കേസ് ബൈ കേസ് എടുത്തോളുക കേട്ടോ. ഓരോ കാർഡ് ഓരോരുത്തർക്കായിരിക്കും റെസനേറ്റ് ആവുന്നത്. വീണ്ടും പറയുകയാണ്, ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് ഒരു ചിലർ നിങ്ങളുടെ പേഴ്സൺസിൽ ചിലർ അവർ ഒരു കേസിൽ വിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. സെപ്പറേഷൻ കേസൊക്കെ ആയിരിക്കാം, അതിൻ്റെ വിധിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, 3 ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് ഇവരും ഇവരുടെ തേർഡ് പാർട്ടിയും കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആണ്. ഓക്കെ, കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള കേസസ് ആണ് ഇത്. അവിടെ അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആയി അവർ സെപ്പറേറ്റഡായി പോയി എന്ന് തന്നെയാണ് കാണുന്നത്. അവിടെ കേസ് വിധി ആയി കാണും, പ്രോപ്പർ ഡിവോഴ്സ് ആയിട്ട് ഇവർ പോയി കാണും കേട്ടോ. അവിടെ അവർ തമ്മിൽ കോണ്ടാക്റ്റ് ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി അവസാനത്തെ ഇപ്പോൾ ബോട്ടം ഓഫ് ദി ഡേക്ക് നമുക്ക് വന്ന കിങ് ഓഫ് സ്വാർഡ്സ് ആണ്. ഈ കേസിൽ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ അതിഭയങ്കരമായ ഈഗോ ക്ലാഷസ് ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, 2 പേരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയാൻ തയ്യാറല്ല. ചെറിയ ചെറിയ ഇഷ്യൂസ് പെരുപ്പിച്ച് കാണിക്കുക, വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുക, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിക്കാതിരിക്കുക, മിണ്ടാതിരിക്കുക, ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ കിങ് ഓഫ് സ്വാർഡ്സിൻ്റെ എനർജിയിൽ നടക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാ കാർഡും എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. ഏത് റെസനേറ്റ് ആവുന്ന അത് മാത്രം എടുക്കുക കേട്ടോ. ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ, ഗിവ് മീ സം മോർ കാർഡ്സ്, ഗിവ് മീ സം മോർ കാർഡ്സ്. ഹെയറോഫന്റ്, സമൂഹത്തിന് വേണ്ടിയിട്ട് ഇവർ ആ മാരീഡ് സ്റ്റാറ്റസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. തേർഡ് പാർട്ടി തീർച്ചയായിട്ടും ഇവരുടെ സ്പൗസ് തന്നെയാണ്. സമൂഹത്തിന് മുന്നിൽ ഒരു നിലയും വിലയൊക്കെയുള്ള ആളാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ആ സമൂഹത്തിന് വേണ്ടി ആ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാലേ പറ്റൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ പുറമേക്ക് സ്നേഹം കാണിച്ച് അതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും കേട്ടോ. 9 ഓഫ് സ്വാർഡ്സ്, പക്ഷേ പ്രോസസ്സ് എന്താ പറ്റുന്നത് വെച്ചാൽ ഇവർക്ക് സ്ട്രെസ്സ് കൂടുകയാണ്, ഉറക്കമില്ലായ്മ ഫേസ് ചെയ്യുകയാണ്, ഓവർ തിങ്കിങ് ഫേസ് ചെയ്യുകയാണ്. ഓക്കെ, 3 ഓഫ് വാൻഡ്സ്, അവിടെയും നിങ്ങളുടെ സാന്നിധ്യം, ഒരു തേർഡ് പേഴ്സൻ്റെ സാന്നിധ്യം ആ റിലേഷൻഷിപ്പിൽ, തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മൂന്നാമതൊരാളുടെ സാന്നിധ്യം കാണുന്നുണ്ട്. അത് നിങ്ങളുടെ സാന്നിധ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ തേർഡ് പാർട്ടിയും ലോങ് ഡിസ്റ്റൻസിലാണ് എന്നും കാണുന്നുണ്ട് കേട്ടോ. വേൾഡ് വീണ്ടും ലോങ് ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. ഇവർ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളുടെ തേർഡ് പാർട്ടിയോ എബ്രോഡൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. ഓക്കെ, അവിടെ ഒരു ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, സ്ട്രെങ്ത് വെച്ചിട്ട് പലപ്പോഴും നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് ലൈഫിൽ സിറ്റുവേഷൻസ് ഉണ്ടാവും, അതെല്ലാം ക്ഷമയോടെ മാത്രം കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്, അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. കഴിയുന്നതും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നതെന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഹാങ്ഡ് മാൻ, നിങ്ങളുടെ പേഴ്സൺ ആ സിറ്റുവേഷനിൽ ടോട്ടലി സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ട് അവിടെ. അതുകൊണ്ട് തന്നെയാണ് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല. അപ്പോൾ ബാലൻസ് ചെയ്ത്
മുന്നോട്ട് പോകാം, ഇതും അതും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ തേർഡ് പേഴ്സണിൻ്റെ അടുത്ത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തു തരണേ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. വേറൊന്നുമില്ല. അപ്പോൾ ഇനി പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫായിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.